ഹോർമൂസ് കടലിടുക്ക് ഒഴിവാക്കി ചരക്ക് നീക്കത്തിന് പുതിയ കടൽ വ്യാപാര പാത തുറന്നിരിക്കുകയാണ് സൗദിയും UAE. ദമാം ഖോർഫക്കാൻ പാത. ആഗോള വ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങൾക്കാണ് ഈ പാത വഴിതെളിക്കുക. നിലവിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ചരക്ക് നീക്കത്തിന്റെ വലിയൊരു ഭാഗവും ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് സാധ്യമാകുന്നത്. എന്നാൽ ഇറാനുമായുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പാത പലപ്പോഴും ഭീഷണി നേരിടാറുണ്ട്. ദമാമിൽ നിന്നും ഖോർഫക്കാനിലേക്ക് റെയിൽ വഴി ചരക്കുകൾ എത്തിച്ചാൽ കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്ക് കടക്കാതെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ കഴിയും. ഹോർമൂസ് കടലിടുക്ക് തടസ്സപ്പെട്ടാൽ ഉണ്ടാകുന്ന സാമ്പത്തികാഘാതം കുറയ്ക്കുക എന്നതാണ് ദമാം ഖോർഫക്കാൻ പാത എന്ന നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇതോടൊപ്പം ചില വലിയ ഗുണങ്ങളും ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചുണ്ട്. മേഖലയിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങളോ രാഷ്ട്രീയ പ്രതിസന്ധികളോ വ്യാപാരത്തെ ബാധിക്കില്ല എന്നത്. ഒപ്പം സൗദിയിലെ വ്യവസായ നഗരമായ ദമാമിനെയും UAEയിലെ പ്രധാന തുറമുഖങ്ങളിലൊന്നായ ഖോർഫക്കാനെയും നേരിട്ട് ബന്ധിപ്പിക്കുക വഴി ചരക്ക് നീക്കം വേഗത്തിലാക്കും. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വ്യാപാര ബന്ധം ഇത് ശക്തമാക്കും. ഒമാൻ ഉൾക്കടലിന്റെ തീരത്തുള്ള ഖോർഫക്കാൻ തുറമുഖത്തെത്തുന്ന ചരക്കുകൾ കപ്പൽ വഴി ഹോർമൂസ് ചുറ്റാതെ തന്നെ നേരിട്ട് ട്രക്കുകളിലോ ട്രെയിനുകളിലോ സൗദിയിലേക്ക് എത്തിക്കാം. കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള യാത്ര ഒഴിവാകുന്നതിലൂടെ ഇൻഷുറൻസ് തുകയിലും സമയത്തിലും വലിയ ലാഭമുണ്ടാകും. പാത കടന്നുപോകുന്ന വഴികളിലെ ചെറിയ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പുതിയ ബിസിനസ് അവസരങ്ങളും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടാം. UAEയുടെ കിഴക്കൻ തീരത്തുള്ള പ്രധാന തുറമുഖമാണ് ഖോർഫക്കാൻ. ഇത് നേരിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് തുറക്കുന്ന ഒന്നായതിനാൽ കപ്പലുകൾക്ക് പേർഷ്യൻ ഗൾഫിലെ തിരക്കേറിയ കടലിടുക്കുകൾ ഒഴിവാക്കി ചരക്കിറക്കാൻ സാധിക്കും. GCCയുടെ റെയിൽവേ ശൃംഖല കൂടി പൂർത്തിയാകുന്നതോടെ ഖോർഫക്കാനിൽ നിന്ന് ദമാമിലേക്കും റിയാദിലേക്കും അതിവേഗ ചരക്കുകൾ എത്തിക്കാൻ കഴിയും. സൗദി അറേബ്യയുടെ കിഴക്കൻ തീരത്തെ പടിഞ്ഞാറൻ തീരവുമായി ബന്ധിപ്പിക്കുന്ന റെയിൽ പദ്ധതിയാണ് ലാൻഡ് ബ്രിഡ്ജ് പ്രോജക്റ്റ്. UAEയിൽ നിന്നുള്ള ചരക്കുകൾ ദമാം വഴി നേരിട്ട് ചെങ്കടൽ തീരത്തെത്തിക്കാൻ ഇതിലൂടെ സാധിക്കും. ഗുണങ്ങൾ ധാരാളമുണ്ടെങ്കിലും ചില വെല്ലുവിളികൾ കൂടി നേരിടേണ്ടതുണ്ട്. നിലവിലുള്ള അതിർത്തി കടന്നുള്ള ട്രക്ക് ഗതാഗതം കൂടുതൽ കാര്യക്ഷമമാക്കണം. അതിർത്തി പരിശോധനകൾ ശക്തമാക്കണം. സൗദി UAE അതിർത്തിയായ ബത്തയിലെ പരിശോധനകൾ ലഘൂകരിക്കുന്നതിനോടൊപ്പം ഡിജിറ്റലൈസ് ചെയ്യുകയും വേണം. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും ഒഴിവാക്കുക എന്നത് നിലവിൽ അപ്രായോഗികമായ ഒന്നാണ്. ഒരു ബദൽ സംവിധാനം എന്ന നിലയിൽ പുതിയ പാത ആഗോള വിപണിയിൽ സൗദിയുടെയും UAEയുടെയും കരുത്ത് വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയം വേണ്ട. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കും ഇത് ഗുണം ചെയ്യും. ദമാം മുതൽ ഖോർഫക്കാൻ വരെയുള്ള റോഡ് പാത നേരിട്ട് യൂറോപ്പിലേക്ക് നീളുന്ന ഒന്നല്ലെങ്കിലും ആഗോള വ്യാപാര ഭൂപടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കും വലിയ ഗുണം ചെയ്യുന്ന ഒന്നായി ഇത് മാറും. പ്രധാനമായും ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ എന്ന് വിഭാവനം ചെയ്യുന്ന സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായാണ് ഇതിനെ കാണുന്നത്. ഖോർഫക്കാൻ തുറമുഖത്തെ ദമാമുമായും അവിടെ നിന്ന് ജോർദാൻ, ഇസ്രയേൽ വഴി മെഡിറ്ററേനിയൻ കടൽ കടന്ന് യൂറോപ്പിലേക്കും ബന്ധിപ്പിക്കുന്ന പദ്ധതി ഏഷ്യയെയും യൂറോപ്പിനെയും തമ്മിൽ കോർത്തിണക്കുന്ന ഒരു വലിയ കണ്ണിയാണ്. ഇത് യൂറോപ്പിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും വ്യാപാര സുരക്ഷയ്ക്കും കൂടി കരുത്തു പകരും.